രവിയേട്ടാ, നിങ്ങൾ നേരത്തെ എന്തോന്ന് പറഞ്ഞിട്ട് കയറിയത്? മിനി പറഞ്ഞുകൊണ്ട് നടക്കും പോലെയാണ് ഞാൻ എന്നല്ലേ? തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടി വെള്ളിക്കരണ്ടിയൊക്കെ തന്നെയായിട്ടും ജനിച്ചത്. അതിപ്പോ എന്റെ തെറ്റാ? അത്യാവശ്യം ആസ്തിയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു പോയത്. എന്നിട്ടാണല്ലോ നിങ്ങളുടെ ആലോചന വന്നപ്പോൾ നിങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു വന്നത്. എൻ്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ജീവിക്കണേ. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനം വെച്ചാണ് ഞാൻ ഓരോ മാസവും തള്ളി നീക്കണത്. ഒരു സാരി വേണമെന്ന് പറയില്ല, ഒരു ചുരിദാർ വേണമെന്ന് പറയില്ല, സ്വർണം വേണം, മാല വേണം, ഒന്നും വേണമെന്ന് പറയില്ല. ഒരു അനാവശ്യമായ സാധനങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നിട്ട് ഞാൻ അഹങ്കാരിയല്ലേ? നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും പറയാലോ. ഇനിയും നിങ്ങൾ എന്നെ അഹങ്കാരി എന്ന് പറയുകയാണെങ്കിൽ ശരി തന്നെ, മണിക്കുട്ടി അഹങ്കാരി തന്നെ. അത് അമ്മ പറഞ്ഞത് ശരി തന്നെ. അച്ഛാ, ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ ഷോപ്പിംഗ് നടത്തി അച്ഛനെ മുടിപ്പിച്ചേനെ. അതെ, അച്ഛനൊരു കാര്യം അറിയോ? അപ്പൂപ്പന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാലേ ബെൻസ് കൊണ്ടെത്തിക്കും. ബെൻസ്. ആ, അപ്പൂപ്പനോട് പറഞ്ഞ് ഇന്ന് ഇവിടെ കാർ എത്തും. എന്നിട്ടും അച്ഛന്റെ വരുമാനത്തിൽ ഒതുങ്ങി കൂടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അച്ഛ ഒന്ന് കണ്ണടച്ചാലേ നമുക്ക് ഇവിടെ ലാവിശ്യായിട്ട് ജീവിക്കാം. അങ്ങനെ ലാവിശ്യായിട്ട് ജീവിക്കണ്ട. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ലാവിശ്യായ മതി. പിന്നെ ഈ അവസ്ഥ എന്ന് പറയുന്നില്ലേ, എന്തവസ്ഥ? ഒരു അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ എന്നുള്ളതിന്റെ ഇതിന്റെ പരിധി നിന്നിട്ടാണ് അത്. അതിന്റെ അപ്പുറമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അച്ഛാ, ഒരു അസിസ്റ്റന്റ് മാനേജറൊക്കെ ആവുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒരു കാറ്, എന്തിന് 2 സ്കൂട്ടറെങ്കിലും വേണം. എന്തിനു ഒരു ബൈക്കെങ്കിലും? ഈ വീട് വാങ്ങിച്ചപ്പോൾ ഉള്ള ബാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ. അറിഞ്ഞൂടെ? അത് ആ ബാധ്യത തീരട്ട്, എന്നിട്ട് കാറോ ബൈക്കോ സ്കൂട്ടറോ എന്ത് വേണം വാങ്ങിക്കാം. അച്ഛാ, ഈ കാറ് സ്കൂട്ടറൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലാതെ മൂക്കി പഞ്ഞു വയ്ക്കുമ്പോ അല്ല കിട്ടേണ്ടത്. അയ്യോ മക്കളെ, ആ ഉള്ള സ്കൂട്ടർ തന്നെ എന്തോന്നോ വലിയ കാര്യം എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലാതെ കാറും ബൈക്കൊന്നും പ്രതീക്ഷിക്കല്ലേ. ഉള്ള സ്കൂട്ടർ മ്യൂസിയത്ത് വെക്കാം. നിങ്ങൾ ഇത് എന്തോന്നാണ് ഈ പറയണേ? ഞാൻ ഇവിടെ എന്റെ അമ്മയുടെ സുഖമില്ലായ്മ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ കാറ് ബൈക്ക് സ്കൂട്ടർ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത്. അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റി. അച്ഛനെ പണ്ട് ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി നടന്നെന്ന് വെച്ച് ഞങ്ങൾക്കും അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? അച്ഛാ, ആ മിനിയാന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തോന്നു? അതെനിക്കിപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. എന്തോന്നു? അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറിന്റെ ലുക്കില്ല. അത് ശരി തന്നെ, ഞാനും കേട്ടു. നീ കേട്ടോ? ഞാൻ സമയം തീയതി ഒന്നും കൂർത്ത് വെച്ചിട്ടില്ല ഇവിടെ. ഇനി പറഞ്ഞു പോലും ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോളൂ. നീ ഇവിടെ എന്നാ ശരിയാവില്ല. വാടി, നീ വാടി. പോവാ. മണി, മിനി അങ്ങനെ പറഞ്ഞോ? എന്നെ പറ്റി മിനി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ കണക്കായി ഉള്ളതല്ല പറഞ്ഞത്. ഉള്ളത് തന്നെ. എന്നെ കണ്ട അസിസ്റ്റന്റ് മാനേജർ ലുക്കില്ലേ? ബാങ്കിൽ ഇന്ന് വരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തോന്ന് പിള്ളേരെ, ഒന്ന് മടക്കി വെച്ചോളൂ. നിനക്കൊക്കെ സമയം കിട്ടിയില്ല. ഓ എല്ലാം ഞാൻ ചെയ്യണം. മണി, പിങ്കി, നിങ്ങൾ മാറ്റി പോയി. പിന്നെ ആ മിനി എപ്പോഴാ പറഞ്ഞത്? എന്നെ പറ്റി മിനി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? എപ്പോഴാ പറഞ്ഞത്? ഏത് ബഹളത്തില്? നീ കേട്ടാ? കള്ളം പറയല്ലേ? മിനി അങ്ങനെയൊന്നും പറയൂല. മിനി അങ്ങനെയൊന്നും പറയില്ല, അതിന്റെ അപ്പറേ പറയില്ല. ഇത് ഇവർ കള്ളം പറയണ. ഇവരെന്ന് പറയുമ്പോ ഇവർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ പറ്റി പറയണേ. അതെ, നിങ്ങൾക്ക് എന്നെ എപ്പോഴും ഇടിച്ചു താക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞത്. എനിക്കറിയാം കേട്ടാ. മക്കളെ, നിങ്ങളെപ്പോലെ സൗകര്യത്തിലൊന്നുമല്ല അച്ഛൻ ജനിച്ചത്. അച്ഛൻ ഒരു സാധു കുടുംബത്തിൽ ഒരു ഓലമേഞ്ഞ വീട്ടിലാണ് ജനിച്ചത്. അറിയാമോ? എന്റെ 20ാമത്തെ വയസ്സിലാണ് ആ വീടൊന്ന് ഓടുമേഞ്ഞത്. അറിയാമോ? രവിയേട്ടാ, നിങ്ങളുടെ ജനിച്ച കാലത്തെ പ്രാരാബ്ദം പറ. ഇവിടെ എന്തോന്നാണ് സംഭവിച്ചത്? അച്ഛൻ വരെ വരെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കോളെ പോലെയാണ്. നല്ല മാറ്റം. സൈക്കോ. രവിയേട്ടാ, വയസ്സാകുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരും, ആശുപത്രി പോവേണ്ടി വരും. അതിപ്പോ സാധാരണ കാര്യമില്ലേ? ഈ കഴിഞ്ഞ കാലത്ത് തന്നെ അച്ഛൻ എത്ര പ്രാവശ്യം വയ്യായ്ക വന്ന് ആശുപത്രി പോയി. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പോയാ? മണിക്കൂട്ടി ചേട്ടൻ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്തേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ പോകും. അതല്ലേ എല്ലായിടത്തും നടക്കണത്. അതാണ്. അച്ഛാ, ഞങ്ങൾ അച്ഛമ്മയെ വിളിക്കാറൊക്കെ ഉണ്ട്. അച്ഛനല്ലേ പോണ തിരക്ക്, അച്ഛോട്ട് വിളിക്കത്തൂല. കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. അതെങ്ങനെ? ബാങ്ക് അല്ലേ ജീവിതം. ബാങ്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ആ വണ്ടിയും കുളിപ്പിച്ചോണ്ട് അവിടെ ഇരിക്കാൻ, എന്റെ ഹോണും അടിച്ചോണ്ട്. എന്റെ പൊന്നച്ഛ, ഒരു മാസം 30 ദിവസം ഉണ്ട്. കൂടിപ്പോയ ഒരു 24 ദിവസം അച്ഛന് പണിയുണ്ടെന്ന് വിചാരിക്കാം. ബാക്കിയുള്ള ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൊണ്ട് അച്ഛമ്മയെ കാണാൻ പോവാത്തെന്ത്? അതെങ്ങനെ പോവും? ആകെ ഉള്ള ഒരു സ്കൂട്ടർ, അതിൽ 2 പേർക്ക് പോവാം. നമ്മൾ 4 പേരുണ്ടല്ലോ. വണ്ടി പിടിച്ച് പോണെങ്കിൽ പൈസ ചെലവാകും. പിന്നെ എങ്ങനെ കൊണ്ടുപോകും? കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് എന്റെ അച്ഛൻ നമുക്ക് കാറ് വാങ്ങിച്ചിരാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? 1000 പ്രാവശ്യം മിനിമം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ അച്ഛനെ കൊമ്പത്തെ അഭിമാനം. ഇത് അഭിമാനമല്ല, ഇത് ദുരഭിമാനമാണ്. ദുരഭിമാനം. അല്ലെങ്കിൽ തന്നെ അച്ഛമ്മേടെ അടുത്ത് ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. അച്ഛമ്മ വരുമോ? ഇല്ല, വരത്തൂല.
അതെങ്ങനെ പണ്ടത്തെ ആൾക്കാരല്ലേ? ആ വീടും തൊഴുത്തൊക്കെ കളഞ്ഞിട്ട് വരൂ അച്ഛമ്മ. ഇങ്ങനെ ചിന്നുല എന്തൊക്കെ പറയും, അവൾ അവിടെ ഉള്ളതുകൊണ്ട് അമ്മ കഞ്ഞി കുടിച്ച് കിടക്കണം, അല്ലെങ്കിൽ കാണായിരുന്നു. അത് ശരിയാണ്. സ്വന്തം വീട്ടിൽ പോവില്ല, അത് പോട്ട്. എന്റെ വീട്ടിൽ വിടോ, അതും ഇല്ല. ഇത് അപ്പൂപ്പ പറയും പോലെ തന്നെ, പട്ടി തൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റ വയ്ക്കത്തുമില്ല. അയ്യോ അമ്മ, അമ്മ എന്തോന്നൊക്കെ പറഞ്ഞേ? അച്ഛൻ ഫീൽ ചെയ്തിട്ടാണ് പോയത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങളൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ തലയില് വെച്ചാ അമ്മയല്ലേ എല്ലാം പറഞ്ഞത്? നമ്മൾ പിള്ളേരല്ലേ, പിള്ളേരെ അങ്ങനെ എന്തൊക്കെയാ പറയും. വാമ പോയി നോക്ക്. നോക്കാം. അച്ഛാ അച്ഛാ എന്തോന്ന് എന്നെ കൊല്ല്. അതെ, ഞാൻ പശുവിനെ കൊണ്ട് പുല്ല് കിട്ടിക്കുന്നത് പട്ടിയാണ്. അമ്മയെ കാണാൻ പോകത്തിനാണ്, സ്നേഹമില്ലാത്തവരാണ്. രവിയേട്ടാ, നിങ്ങൾക്ക് ഇന്ന് ഭ്രാന്തായ? അതെ, ഭ്രാന്തനാണ് ഞാൻ. എന്തോന്ന് അച്ഛൻ ഒരു സൈക്കോളെ കണക്ക്? അതെ, ഞാൻ സൈക്കോയാണ്. എനിക്ക് വൈകിട്ട് ആശുപത്രി കൊണ്ടിരുന്നേ. രവിയേട്ടാ, ഞങ്ങള് ദേഷ്യം വന്നപ്പോ എന്തോന്നോ പറഞ്ഞു, ഫീൽ ചെയ്തെങ്കിൽ സോറി, ക്ഷമിക്ക്. സോറി അച്ഛാ, സോറി അച്ഛാ, സോറി. നിങ്ങൾക്കറിയാമോ, എന്റെ അമ്മ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് നെല്ലും കുത്തി പശുവിനെ വളർത്തി വല്ലവരൊക്കെ കടം വാങ്ങിച്ചൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് ഈ നിലയെ കൊണ്ടെത്തിച്ചത്. നിങ്ങളിപ്പോ കളിയാക്കണില്ലേ ഈ അസിസ്റ്റന്റ് മാനേജർ പദവി അവിടെ കൊണ്ടെത്തിച്ചത്? ഇതെല്ലാം കിട്ടി നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാം മറന്നു. എന്റെ അമ്മയും പോയി, എല്ലാരും പോയി. ഇപ്പൊ നിങ്ങൾക്കും എന്നെ വേണ്ട. രവിയേട്ടന് ഒന്നും നഷ്ടമായിട്ടില്ല. അമ്മയും പെങ്ങളും നാടും വീടും താരെ പൊന്നു പോലത്തെ 2 മക്കള്, ഈ ഞാൻ, എല്ലാരും കൂടെ തന്നെ ഇല്ലേ? അച്ഛാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ അച്ഛാ. ചിരി അച്ഛാ, ചിരി അച്ഛാ. അസിസ്റ്റന്റ് മാനേജർ രവീന്ദ്രനാഥ്, ചിരിക്ക്. പങ്കം തന്നെ അച്ഛാ. മണി, നമുക്ക് നാളെ ഒന്ന് വീട്ടിലോട്ട് പോയാലോ? അയ്യോ, നാളെ പറ്റൂല. രാംകുമാർ സാർ 2 കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ പറ്റില്ല, നമുക്ക് മറ്റന്നാ പോവാം. ഓ, നിങ്ങളുടെ രാംകുമാർ സാറിന് എന്റെ കൈ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും നന്നാവത്തൊരു മനുഷ്യൻ.